ടു ദ മൈൻഡ് ദാറ്റ് ഇസ് സ്റ്റിൽ ദ ഹോൾ യൂണിവേഴ്സ് സറണ്ടേഴ്സ്. ലാവോ ത്സു പറഞ്ഞ വാക്കുകൾ. മനസ്സ് നിശ്ചലമാകുമ്പോൾ പ്രപഞ്ചം കീഴടങ്ങും എന്നർത്ഥം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് അല്ലേ? നമുക്ക് ചുറ്റുമുള്ള ലോകം, നമ്മുടെ അനുഭവങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിലാണ്. നമുക്ക് നേടാനുള്ള കാര്യങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിൽ നിന്നാണ്. ആ പ്രപഞ്ചം നമുക്ക് കീഴടങ്ങണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും നടക്കണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകണം? മനസ്സ് നിശ്ചലമാകണം. ഇതാണ് മഹാനായ ലാവോ ത്സു പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ് മനസ്സ് നിശ്ചലമാകുന്നത്? കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ വേട്ടയാടാൻ പാടില്ല. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ വ്യാകുലപ്പെടുത്താനും പാടില്ല. ഇങ്ങനെ വരുമ്പോൾ മനസ്സ് നിശ്ചലമാകും. അങ്ങനെ മനസ്സ് നിശ്ചലമാകുമ്പോഴാണ് നമുക്ക് പ്രസൻറ്റ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ ശരിക്കും ജീവിക്കാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഭയം, ആദി, ഉത്കണ്ഠ ഇവയെല്ലാം നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കണം. ദുശ്ശീലങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയണം. മികവിൻ്റെ ശീലങ്ങൾ പുലർത്താൻ സാധിക്കണം. മുമ്പോട്ടുള്ള യാത്രയിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടാകണം. വേണമെന്ന് വെച്ചാൽ ആർക്കും ദുഷ്കരമായ ചിന്തകളെ അകറ്റി നിർത്താൻ സാധിക്കും. പലപ്പോഴും നമ്മൾക്ക് തോന്നാറുണ്ട് നമ്മളെ തളർത്തുന്നത് നമ്മുടെ ജീവിത പ്രതിസന്ധികളാണ് എന്ന്. യഥാർത്ഥമായി നമ്മളെ തളർത്തുന്നത് പ്രതിസന്ധികളല്ല, മറിച്ച് ഈ പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചിന്തകളാണ്. പക്ഷേ ചിന്തകളെ എന്തിനു പേടിക്കണം? ആഫ്റ്റർ ഓൾ ദേ ആർ ജസ്റ്റ് തോട്ട്സ്. ദേ ക്യാൻ ഡു നത്തിങ് ടു യു ഇഫ് യു നോ ഹൗ ടു ഡീൽ വിത്ത് ദം. നമുക്ക് ആ ചിന്തകളെ നേരിടാൻ കഴിയണം. ആ ചിന്തകളെ പാകപ്പെടുത്താൻ കഴിയണം. അങ്ങനെ ചിന്തകളെ നേരിടാൻ കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്തായിരിക്കും? ഹാപ്പിനെസ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് അല്ലേ? ഓൾ ഓഫ് us desire happiness in life. Happiness is the ultimate end and purpose of human existence എന്ന് BC 4-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ഫിലോസഫറായ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ പരമമായ ഉദ്ദേശ ലക്ഷ്യമാണ് സന്തോഷം. ഞാനും നിങ്ങളും ഓരോന്ന് ചെയ്യുന്നത് ഈ സന്തോഷം ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഈ സന്തോഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അനിവാര്യമായ ഒരു ഘടകമാണ് മനസ്സിൻ്റെ സ്റ്റിൽനെസ്, ശാന്തത. ഇതിനായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പല പല മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നാണ് NLP. NLP മാത്രമാണ് മനസ്സിനെ കീഴടക്കാൻ കഴിയുന്ന ഒരു ഉപാധി എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ വളരെ പ്രാക്ടിക്കലായി ആർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് NLP എന്നതിൽ ഒരു തർക്കമില്ല. നമ്മുടെ ജീവിതം ട്രാക്കിലേക്ക് കൊണ്ടുവരാനായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മനസ്സിൻ്റെ സാങ്കേതിക വിദ്യയാണ് NLP എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് NLP? ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. കടുകട്ടിപ്പേര് അല്ലേ? പക്ഷേ മനസ്സിലാക്കിയാൽ സംഗതി വളരെ സിമ്പിളാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു മൊബൈൽ ഫോണിൻ്റെ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അല്ലേ? ഈ മൊബൈൽ ഫോണിൽ എന്തുണ്ട്? മൊബൈൽ ഫോണിൽ ഹാർഡ്വെയർ ഉണ്ട്. ഹാർഡ്വെയർ കൂടാതെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് അല്ലേ? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ആൻഡ്രോയിഡ് ഫോണുകളായിരിക്കും, അല്ലെങ്കിൽ iOS ആയിരിക്കും. ഏതായാലും ഇതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇനി ഫോൺ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആപ്ലിക്കേഷൻസ് വേണം. നമ്മളെല്ലാവരും ആപ്സ് എന്ന് പറയുന്നു അല്ലേ? ഈ ആപ്സാണ് നമ്മളുടെ ലൈഫ് കുറേ കൂടെ ഈസിയാക്കി മാറ്റുന്നത്. ഒന്ന് ആലോചിച്ചാൽ ട്രഡീഷണൽ ബാങ്കിങ് എടുത്തു നോക്കൂ. പരമ്പരാഗതമായ ഒരു ബാങ്കിങ് സംവിധാനത്തിൽ നമ്മൾ ബാങ്കിൽ പോകണം, അവിടെ ചലാനടയ്ക്കണം, ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ആപ്ലിക്കേഷൻസ് കൊടുക്കണം. ഇതെല്ലാം വേണം അല്ലേ? ഇന്ന് നമ്മൾ പേയ്മെൻറ്റ് ആപ്സ് ഉപയോഗിച്ച് പേടിഎം, ഗൂഗിൾ പേ ഇതുപോലുള്ള ആപ്സ് ഉപയോഗിച്ച് എത്ര പെട്ടെന്നാണ് നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വിത്ത് എ സിംഗിൾ ടാപ്പ് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പലതും പർച്ചേസ് ചെയ്യാനും, ഹോട്ടൽ ബുക്ക് ചെയ്യാൻ, റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, എന്തിനു പറയണം, ഈവൻ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം പോലും നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത് മൊബൈൽ ആപ്സ് ആണ് അല്ലേ? ഈ മൊബൈൽ ഫോൺ പോലെ തന്നെയാണ് നമ്മളെല്ലാവരും. നമുക്ക് ഒരു ഫിസിക്കൽ ബോഡിയുണ്ട്, ശരീരമുണ്ട്. ഇതാണ് ഹാർഡ്വെയർ. ഇതുകൂടാതെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതെന്താണ്? മനസ്സ്, ദ മൈൻഡ്. ഇത് രണ്ടും കൂടാതെ നമ്മൾ ചില ആപ്സ് ഉപയോഗിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻസ്. അറിഞ്ഞും അറിയാതെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ നമ്മൾ ജീവിതത്തിൽ പകർത്തിയ ചില ശീലങ്ങളില്ലേ, ചില രീതികളില്ലേ, ഇതെല്ലാം ആപ്ലിക്കേഷൻസ് ആണ് എന്ന് വിചാരിക്കാം. നിങ്ങൾ അതിമനോഹരമായി സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ അറിയാതെ ഒരു പ്രത്യേക ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. മറ്റു ചിലർക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് കഴിവില്ല എന്നല്ല, പകരം അവർക്ക് ആ ആപ്പിനെ കുറിച്ചൊരു ധാരണയില്ല എന്നർത്ഥം.
സാധാരണക്കാർ പറയും അവൻ അങ്ങനെയാണ്, അവൾ അങ്ങനെയാണ്, കഴിവില്ല എന്ന്. പക്ഷേ NLP പഠിച്ച ഒരു വ്യക്തി അതൊരിക്കലും പറയില്ല. അവർക്കറിയാം ഈ ആപ്പിനെക്കുറിച്ച് ഒരു ധാരണയും അവർക്കില്ല എന്ന്. അവർക്ക് വേണമെങ്കിൽ അവരുടെ മനസ്സിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. എന്നിട്ട് അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അവർക്കത് ചെയ്യാൻ സാധിക്കും. നമ്മൾ കാണാറുണ്ട്, ചിലർക്ക് വിഷമം വരുന്ന സമയത്ത് ആ വിഷമത്തിൽ നിന്നും പെട്ടെന്ന് കരകയറാൻ സാധിക്കുന്നു, അല്ലേ? പക്ഷേ മറ്റു ചിലർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ വിഷമത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുന്നവർ ഒരു പ്രത്യേക ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. വിഷമിക്കുന്നവരോ അവർ മറ്റൊരു ആപ്പാണ് ഉപയോഗിക്കുന്നത്. ഡിസപ്പോയിൻമെൻറ്റ് റിക്വയേഴ്സ് കെയർഫുൾ പ്ലാനിംഗ് എന്ന് NLPയുടെ ഫൗണ്ടറായ റിച്ചാർഡ് ബാൻഡ്ലർ പറഞ്ഞിട്ടുണ്ട്. നിരാശ എന്ന് പറയുന്നത് ആസൂത്രിതമാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകും. നമ്മൾ സാധാരണ രീതിയിൽ പറയും അവനാണ്, അവളാണ്, അല്ലെങ്കിൽ ഈ സന്ദർഭമാണ് എന്നെ ഇങ്ങനെയാക്കിയത്, എനിക്ക് വിഷമം തന്നത്. ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് സോ. ഒരു വ്യക്തിക്കും ഒരു സാഹചര്യത്തിനും എന്നെ ഡിസപ്പോയിൻറ്റഡ് ആക്കാൻ സാധിക്കില്ല. ഞാൻ എന്തെങ്കിലും മനസ്സിൽ ചെയ്താൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഡിസപ്പോയിൻമെൻറ്റ് റിക്വയേഴ്സ് കെയർഫുൾ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ NLP എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ന്യൂറോ എന്ന് പറഞ്ഞാൽ ന്യൂറോളജി, നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ മനസ്സ് തന്നെ. NLP മെഡിക്കൽ സയൻസ് അല്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് NLP. ഇൻ NLP വി ലേൺ ദ മെക്കാനിക്സ് ഓഫ് ദ മൈൻഡ്. മനസ്സിൻ്റെ പ്രവർത്തന വിധം എന്ത് എന്ന് നമ്മൾ പഠിക്കുന്നു. മനസ്സിൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് NLPയെ കാണാവുന്നതാണ്. ആധുനിക ജീവിതത്തിലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളെ വളരെ ഫലപ്രദമായി നമുക്ക് NLP ഉപയോഗിച്ച് നേരിടാൻ കഴിയും. അതിന് നമ്മുടെ മനസ്സിൽ എന്ത് നടക്കുന്നു എന്ന് പഠിക്കണം. അതാണ് ന്യൂറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ലിംഗ്വിസ്റ്റിക് എന്ന ഒരു വാക്കാണ്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്. മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും വിധം ലാംഗ്വേജ്, ഭാഷ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് നമ്മൾ NLPയിൽ പഠിക്കുന്നത്. ഈ ഭാഷയുടെ പ്രയോഗമനുസരിച്ച് മാനസികാവസ്ഥ നമ്മളിലും മറ്റുള്ളവരിലും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഞാൻ പുറത്തോട്ട് പറയുന്ന ഭാഷ മാത്രമല്ല, ഞാൻ എൻ്റെ ഉള്ളിൽ പറയുന്ന ലാംഗ്വേജുമുണ്ട്. സെൽഫ് ടോക്ക് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡയലോഗ് എന്നൊക്കെ പറയും. ഇത് കൃത്യമായി പഠിച്ചാൽ നമുക്ക് ഏത് സന്ദർഭത്തിലും ഉപയോഗിക്കാൻ സാധിക്കും. സെയിൽസിലുള്ളവർക്ക് മികച്ച രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ടീച്ചേഴ്സിന് ടീച്ചിങ്ങിൽ ഉപയോഗിക്കാൻ സാധിക്കും. കൗൺസിലേഴ്സിനും ട്രെയിനേഴ്സിനും അവരുടേതായിട്ടുള്ള മേഖലകളിൽ ഉപയോഗിക്കാൻ സാധിക്കും. എന്തിനു പറയണം, ഒരു ഹൗസ് വൈഫ് പഠിച്ചു എന്നിരിക്കട്ടെ, അവർക്കും അവരുടെ ഫാമിലിയിൽ അത് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ലിംഗ്വിസ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം. മൂന്നാമതായി പ്രോഗ്രാമിംഗ്. നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് പോലെയാണ്. നമ്മൾ നിരന്തരമായി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അറിയാതെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പല ഇമ്പൾസീവായിട്ടുള്ള ആക്ഷൻസിലും നമ്മൾ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് മാറ്റാൻ സാധിക്കുന്നില്ല. പ്രശ്നമുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാത്ത വിധം നമ്മൾ പ്രോഗ്രാംഡായി കഴിഞ്ഞിരിക്കുന്നു. സോ NLP ഡീൽസ് വിത്ത് വാട്ട് വി തിങ്ക്, വാട്ട് വി സേ ആൻഡ് വാട്ട് വി ഡു. നമ്മളെന്ത് ചിന്തിക്കുന്നു, നമ്മളെന്ത് പറയുന്നു, നമ്മളെന്ത് ചെയ്യുന്നു. ഇത് മൂന്നുമായി ബന്ധപ്പെട്ടിട്ടാണ് NLPയുടെ പ്രവർത്തന ശൈലി. NLPയുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് 2 അമേരിക്കക്കാരാണ്, റിച്ചാർഡ് ബാൻഡ്ലറും ജോൺ ഗ്രിൻഡറും. ജോൺ ഗ്രിൻഡർ ഒരു ലിംഗ്വിസ്റ്റാണ്, ഭാഷാശാസ്ത്രകാരൻ. അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും സൈക്കോളജിയിൽ ഒരു ഡിഗ്രിയുണ്ട്. അതിനുശേഷം അദ്ദേഹം അമേരിക്കൻ ആർമിയിൽ ക്യാപ്റ്റനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാന്റിയാഗോയിൽ നിന്നും അദ്ദേഹം ലിംഗ്വിസ്റ്റിക്സിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. പിന്നീട് സാന്റാക്രൂസിലുള്ള കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്ന സമയത്താണ് അദ്ദേഹം റിച്ചാർഡ് ബാൻഡ്ലറെ പരിചയപ്പെടുന്നത്. റിച്ചാർഡ് ബാൻഡ്ലർ അവിടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഫിലോസഫിയും സൈക്കോളജിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠന വിഷയങ്ങൾ. മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില വഴികളുണ്ട്, ചില രീതികളുണ്ട് എന്ന് ഇവർ ഇരുവരും മനസ്സിലാക്കുന്നു. അങ്ങനെ അതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായി അവർ 3 പ്രഗത്ഭരായ ലോകത്തുള്ള സൈക്കോ തെറാപ്പിസ്റ്റിനെ കാണുന്നു. ആദ്യത്തെ വ്യക്തി വിർജീനിയ സാറ്റർ എന്ന് പറയും. അവർ ദ മദർ ഓഫ് ഫാമിലി തെറാപ്പി എന്നാണ് അറിയപ്പെടുന്നത്. ഫാമിലി തെറാപ്പിയിലും കൗൺസിലിങ്ങിലും വളരെ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു വിർജീനിയ സാറ്റർ. നല്ലൊരു ഓഥറുമാണ്. രണ്ടാമത് ഫ്രിറ്റ്സ് പേഴ്സ്, ജർമ്മൻ ബോൺ സൈക്യാട്രിസ്റ്റ് ആൻഡ് സൈക്കോ തെറാപ്പിസ്റ്റ്. ജസ്റ്റോൾഡ് തെറാപ്പി എന്ന പേരിലുള്ള ഒരു ഫോം ഓഫ് സൈക്കോ തെറാപ്പി അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. മൂന്നാമതായി ഡോക്ടർ മിൽട്ടൺ എറിക്സൺ, അമേരിക്കൻ സൈക്യാട്രിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റും. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ ഹിപ്നോസിസ് ആണ്.
അദ്ദേഹം അമേരിക്കൻ സൊസൈറ്റി ഫോർ ക്ലിനിക്കൽ ഹിപ്നോസിസിൻ്റെ ഫൗണ്ടിംഗ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ ഈ 3 സൈക്കോതെറാപ്പിസ്റ്റും ഉപയോഗിച്ച ചില രീതികളാണ് റിച്ചാർഡ് ബാൻഡ്ലറും ജോൺ ഗ്രിൻഡറും പഠിക്കുന്നത്. അതിൽ നിന്നാണ് NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് രൂപം കൊള്ളുന്നത്. ഈ 3 പ്രഗത്ഭരായ വ്യക്തികൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്നത് എന്ന് പഠിച്ച ശേഷം റിച്ചാർഡ് ബാൻഡ്ലറും ജോൺ ഗ്രിൻഡറും കണ്ടെത്തിയ മനസ്സിൻ്റെ സാങ്കേതിക വിദ്യകളാണ് NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇനി വരാനുള്ള ചില വീഡിയോകളിൽ മനസ്സിനെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കാൻ കഴിയും എന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഒരു ഇൻ്റർവെൻഷൻ ഏതാണോ അത് പറയുകയാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ടായിരിക്കും. ഏതൊരു വിഷയമാണ്, ഏതൊരു സംഗതിയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഇതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൂളുകളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിൽ നന്ദി അറിയിക്കുന്നു. നമുക്കടുത്ത് തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.